നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഇല്ലീഗൽ എന്നുള്ളത് മാറ്റി ലീഗലാക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറേ കമ്മികളും സംഖ്യകളും ഒക്കെ മെഴുകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താടാ വിചാരിച്ചത്? ഈ മുഖ്യമന്ത്രി അത്രയ്ക്കങ്ങ് മണ്ടനാണെന്നാണോ വിചാരിച്ചത്? മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശാസ്ത്രീയ അവലോകനമൊക്കെ നടത്തിക്കൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ ലീഗലാക്കിയിരിക്കുകയാണ്. 18 മോഡിഫിക്കേഷനുകളാണ് ഇന്നത് ലീഗലാക്കിക്കൊണ്ട് എം.വി.ഡിക്ക് ശുപാർശ കത്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ശുപാർശ നൽകിയിരിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടൊരു വാർത്തയാണ് ഈ 18 മോഡിഫിക്കേഷനുകൾ വാഹനത്തിൽ അനുമതിയില്ലാതെ തന്നെ ചെയ്യാമെന്നുള്ളത്. അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മളെല്ലാം വിമർശിച്ച ഒരു മനുഷ്യൻ ഇത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നില്ലേ? സന്തോഷിക്കുവിൻ, അർമാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ എന്നൊക്കെ എനിക്ക് നമ്മുടെ പുതിയ ന്യൂ ബ്ലഡ് ആയിട്ടുള്ള പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുണ്ട്. ന്യൂ ജനറേഷനിലെ പിള്ളേരോടൊക്കെ നിങ്ങൾ സന്തോഷിക്കുക പിള്ളേരെ, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തുകൊണ്ട് തന്നെ വാഹനം കൊണ്ടു നടക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന വാഹനം മോഡിഫൈഡ് വാഹനമായിരുന്നു. ഞാനത് അറിഞ്ഞില്ല. ഇത്രയും കാലം പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് എനിക്കെതിരെ കേസ് എടുക്കാത്തത് വലിയ പുണ്യമാണ്. അപ്പോൾ കാറിൽ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ ഇതിന് താഴെ ആഡ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടുമുള്ളത് സീറ്റ് കവർ മാറ്റാം, ഫ്ലോർ മാറ്റ് മാറ്റാം, സ്റ്റിയറിംഗ് വീൽ കവർ മാറ്റാം, ക്രോം ഗാർണിഷ്, ഡോർ വയസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആൻഡ് ആംബിയൻ ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, റൂഫ് കാരിയറുകൾ, 50% സുതാര്യമായ സൺഫിലിം. RCയിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. വാഹനത്തിന്റെ നിറം മാറ്റം, എഞ്ചിൻ മാറ്റൽ, LPG. എൻ്റെ പൊന്ന് പൂക്കി CMA, എന്തൊരു പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. വാഹനപ്രേമികൾക്കൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വാഹനത്തിന് എഞ്ചിനൊക്കെ മാറ്റാന്നേ. എഞ്ചിൻ പണി വന്നാൽ പിന്നെ വാഹനത്തിന് എഞ്ചിൻ മാറ്റാതെ പിന്നെ വേറെ എന്ത് നിവൃത്തിയാണുള്ളത്? ഇതൊക്കെയാണോ ഒരു മോഡിഫിക്കേഷൻ? വെറും ഒരു പ്രഹസനവും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുന്ന, മണ്ടന്മാരാക്കുന്ന കുറച്ച് ആളുകൾ. അതായത് ചക്ക ചക്ക എന്ന് പറയുമ്പോൾ തേങ്ങ തേങ്ങ എന്ന് കേൾക്കുന്ന ഒരു പരിപാടി. ഇതെന്തൊരവസ്ഥയാണല്ലേ? ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് കുത്തിയ ജനങ്ങളെ തന്നെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവരുടെ നെഞ്ചിൽ കുത്തുന്ന ഒരു പ്രവണതയാണ്. ഇതിനെ ജയ് വിളിക്കാനും ഇതിന് കൈകൊട്ടാനും ഒക്കെ കുറെ കൊങ്ങിക്കുട്ടന്മാരുണ്ട്. എന്തൊരു അവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ. ഇതൊന്നും കൈകൊട്ടാനും ജയ് വിളിക്കാനും നമ്മളെ കിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മളെല്ലാവരും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വാഹനങ്ങൾ തന്നെയാണ്, അല്ലെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഒരു ഈ പറയുന്ന വണ്ടിയുടെ അകത്തിരുന്ന ഫ്ലോർ മാറ്റാണോ വലിയ മോഡിഫിക്കേഷൻ? അല്ലെങ്കിൽ അതിൽ വെക്കുന്ന 2 ഫോഗ് ലാമ്പാണോ വലിയ മോഡിഫിക്കേഷൻ? ഇനി അതുമല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ മാറ്റുന്നതാണോ? അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ അതിന് റംബ ഹോയ് ഹോയ് ഈ പാട്ട് കേൾക്കുന്നതൊക്കെയാണോ മോഡിഫിക്കേഷൻ? ഈ പൊട്ടന്മാരെയൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വീണ്ടും വീണ്ടും ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പൂക്കിച്ചിരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തൊരവസ്ഥയൊക്കെയാണല്ലേ.